ദൈവജനത്തിന് ദൈവം ജയം കൊടുക്കുന്നത് പലപ്പോഴും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടല്ല, ദൈവം കൊടുക്കുന്ന വിവേകങ്ങൾ കൊണ്ടാണ്, ജ്ഞാനം കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് നമ്മെ ഒരു പ്രഭാതം കൂടെ കാണുമാറാക്കിയ അവന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 1 ശമൂവേൽ 13 അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വളരെ രസകരമായ ഒരു അനുഭവം ദൈവത്തിന്റെ ആത്മാവ് അവിടെ നമ്മെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനവും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഈ ഫെലിസ്ത്യർ ചെയ്ത അന്യായം, അവർ ഇസ്രായേലിൽ കടന്നു വന്നിട്ട് അവിടുത്തെ കൊല്ലന്മാരെയും ആശാരിമാരെയും ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുള്ള സകല ടെക്നീഷ്യനെയും അവിടുന്ന് അടിച്ചു കൊണ്ടുപോയി അവരെ എല്ലാം കൊന്നുകളഞ്ഞു. അതിന്റെ ഉദ്ദേശം, ഇനിയും മേലാൽ എബ്രായർ ആയുധങ്ങളൊന്നും ഉണ്ടാക്കരുത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യുദ്ധമുണ്ടായപ്പോൾ പടയണിയിൽ പാളയത്തിൽ ശൗലിനും തന്റെ മകനായ യോനാഥാന്റെയും കയ്യിലല്ലാതെ വാളും കുന്തവും അല്ലെങ്കിൽ പരിചയം ആർക്കും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ജനങ്ങൾ ഭയത്തോടെ അവിടെ ആ പാളയത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരിറങ്ങി. കാരണം അവർക്കൊന്നറിയാം, ദൈവം ജയം കൊടുക്കുന്നത്, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവം കൊടുക്കുന്നതായ ജയം ഒരിക്കലും ആയുധങ്ങളിൽ അധിഷ്ഠിതമല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഫെലിസ്ത്യരോടുകൂടി ഉള്ളവനേക്കാൾ വലിയവനാണ് അവരോടുകൂടി ഉള്ളവനെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവർ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി അവരുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തിരുന്നത് പോലെ മോശയോടും യോശുവയോടും ദൈവം കൽപ്പിച്ചപ്പോൾ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനകത്ത് കുറച്ച് ബലമുണ്ടെന്ന് ഇസ്രായേൽ ജനം മനസ്സിലാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ ദൈവത്തിൽ ആശ്രയിച്ചു പോയി, ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം അവർക്ക് പെട്ടെന്നൊരു ബുദ്ധി കൊടുത്തു. എന്താണെന്ന് വളരെ രസകരമാണ്. 21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ കൊല്ലന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും മൺവെട്ടി, മുപ്പല്ലി, മുടിങ്കോൽ എന്നിവയ്ക്ക്, അതായത് വീട്ടിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ, അവരുടെ കയ്യിലുള്ള വസ്തുക്കൾക്ക് ഒരു യുദ്ധത്തിന് ഉപയോഗിക്കത്തക്കതായ മൂർച്ച ഉണ്ടാക്കുവാൻ, അരം ഉണ്ടാക്കുവാനുള്ള ഒരു വിവേകം ദൈവം പെട്ടെന്ന് അവർക്ക് കൊടുത്തു. ഈ അരം ഇസ്രായേൽ അല്ലെങ്കിൽ ഫെലിസ്ത്യർക്ക് അവർക്ക് ഈ അരം ഉണ്ടാക്കുവാൻ അന്ന് ബുദ്ധി ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, വലിയ രഥങ്ങളുണ്ട്, വലിയ ശക്തിമത്തായിട്ടുള്ളതായ ഉപകരണങ്ങളും ടെക്നീഷ്യൻസിനും ഒക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിലും അരം എങ്ങനെ ഉണ്ടാക്കും? വീട്ടിലിരിക്കുന്നതായ മൺവെട്ടി കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് വളരെ പോഷത്വമായിട്ട് തോന്നുന്നില്ലേ? പക്ഷെങ്കിൽ ദൈവം കൊടുത്ത വിവേകത്തിൽ കൂടെ ആ മുപ്പല്ലി കൊണ്ടും മൺവെട്ടി കൊണ്ടും യുദ്ധം ചെയ്ത് ജയിക്കുവാൻ, അവരുടെ കയ്യിൽ ഉള്ള വസ്തുക്കളെ കൊണ്ട് ആ യുദ്ധത്തിൽ പോരാടി ജയം കൊള്ളുവാൻ തക്കവണ്ണം പുതിയ വിവേകം കൊണ്ടും ജ്ഞാനം കൊണ്ടും ദൈവം തന്റെ ജനത്തെ നിറച്ചു. നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവം ഒരു കൽമഴയുമായിട്ട് അല്ലെങ്കിൽ വലിയൊരു അഗ്നിമയമായ രഥങ്ങളുമായിട്ട് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുമെന്ന്. അല്ല, യുദ്ധത്തിന്റെ മധ്യത്തിൽ ദൈവമാണ് ജ്ഞാനം തരുന്നത്, വിവേകം തരുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കർത്താവിനോട് പലപ്പോഴും 2-3 പ്രാവശ്യം അപേക്ഷിച്ചു, ഈ യുദ്ധത്തിൽ എനിക്ക് ജയം കിട്ടണമെങ്കിൽ ഞാൻ ബലവാനായിരിക്കണം, എന്റെ ബലഹീനത മാറിയേ പറ്റൂ, എന്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയേ പറ്റൂ എന്ന് പല രീതിയിൽ ദൈവത്തോട് പൗലോസ് പറഞ്ഞു മനസ്സിലാക്കുവാൻ നോക്കി. ആ സമയത്തൊക്കെയും ദൈവം അവനൊരു മറുപടി കൊടുത്തു. അത് ശക്തിയായ മറുപടിയായിരുന്നു: എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. നിന്റെ കയ്യിൽ ഉള്ള ആ ബലം കൊണ്ട്, നിന്റെ കയ്യിൽ ഉള്ള ആയുധങ്ങൾ കൊണ്ട്, നിനക്കുള്ള സൗഖ്യം കൊണ്ട്, നിനക്കുള്ള ആയുസ് കൊണ്ട്, നിനക്കുള്ള സൗകര്യങ്ങൾ കൊണ്ട് ശത്രുവിന് മേൽ പോരാടി ജയിക്കുവാൻ നിന്നെ ശക്തനാക്കുന്നത് ഞാനാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ആയുധങ്ങളിൽ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നീഷ്യൻസിനെ എല്ലാം നമ്മുടെ ബുദ്ധിയിൽ നിന്നും നമ്മുടെ സൗകര്യങ്ങളിൽ നിന്നും യുദ്ധമുഖത്ത് നിന്നും ദൈവം എടുത്തു മാറ്റും. നമ്മളെ നിരായുധരാക്കി ദൈവം തീർക്കും. പല പോരാട്ടങ്ങളിലും
എങ്ങനെ ജയം നേടുമെന്നുള്ളതായ വലിയൊരു അങ്കലാപ്പ് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ തക്ക സമയത്ത് ദൈവം ഒരു കൃപ നിന്റെ മേൽ തരും. നിന്റെ കയ്യിലുള്ളത്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് അതാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിന്റെ ഹൃദയത്തെ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കൃഷി ചെയ്യുന്ന മൺവെട്ടി മാത്രമുണ്ട്, അല്ലെങ്കിൽ കരിയില തൂക്കുന്ന മുപ്പല്ലിയുണ്ട്, ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന മുപ്പല്ലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കരിയില തൂക്കുവാനും ഒക്കെ മുപ്പല്ലി പല രീതിയിൽ അവർ ഉപയോഗിക്കുമായിരുന്നു. അത് മാത്രം, അല്ലെങ്കിൽ മുടിങ്കോൽ എന്ന് പറഞ്ഞതായ ഒരു കോലുണ്ട്, അതായത് തല്ലിക്കൊല്ലുന്ന, അല്ലെങ്കിൽ പാമ്പിനെ കണ്ടാലോ മറ്റൊന്നിലോ ഒക്കെ അടിച്ചു കൊല്ലുന്നതായ കോലുകളും മറ്റുള്ളതെല്ലാം, അങ്ങനെ മുടിച്ചു കളയുന്നതായ കോലുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതിനെല്ലാം മൂർച്ചയുണ്ടാക്കുന്നതായ ഒരു ബുദ്ധി, എങ്ങനെ അരത്തെ ഉണ്ടാക്കുവാൻ, പ്രാർത്ഥന എന്നതായ ഒരു അരത്തിന്റെ അരം പ്രാർത്ഥനയെ കാണിക്കുന്നു. കൃപമേൽ കൃപ നിനക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി, നിന്റെ ബലത്തിന്, അല്ലെങ്കിൽ നിന്റെ ശക്തിക്ക് ബലമുണ്ടാക്കുവാൻ, നിന്റെ കയ്യിൽ ഉള്ളതിനെ മതിയായതാക്കുവാൻ, എനിക്ക് ദൈവം തരുന്നതായ കൃപയെയും ദൈവം തരുന്നതായ ജ്ഞാനത്തെയും ശത്രുവിനോട് പോരാടി ജയം, അല്ലെങ്കിൽ നിനക്ക് ലഭിക്കത്തക്കതായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ ആലോചന നിനക്ക് ലഭിക്കുവാൻ ആ സമയം ദൈവം വിനിയോഗിക്കും. നിന്റെ കയ്യിലുള്ളതായ ഉത്തരവാദിത്വം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം, നിരായുധരാക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് കർത്താവിന്റെ കരുത്തിൽ കൊടുക്കുക. മൺവെട്ടിയെങ്കിൽ മൺവെട്ടി, മുപ്പല്ലിയെങ്കിൽ മുപ്പല്ലി, അല്ലെങ്കിൽ മറ്റൊരു ചെറിയൊരു വടിയെങ്കിൽ അത്. നോക്കൂ, ദാവീദ് ഫെലിസ്തീനെ ജയിച്ചത് മറ്റായുധങ്ങളും കുന്തം കൊണ്ടും പരിച കൊണ്ടും ഒന്നുമല്ല. അവന്റെ ഇടയസഞ്ചിയിൽ ഉണ്ടായിരുന്ന മിനുസമുള്ള ചില കല്ലുകൾ കൊണ്ട് ദൈവം ആ ഗോലിയാത്തിനെ അവിടെ വീഴ്ത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ജ്ഞാനം അങ്ങനെയാണ്. നമ്മൾ മിനുസമുള്ള കല്ലുകളായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുമ്പോൾ മൂർച്ചയേറിയ വാക്കുകൾ, മൂർച്ചയേറിയ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ജ്ഞാനം, വിവേകം, കൃപ, അവ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം അരമുണ്ടാക്കുവാനുള്ള ഒരു ജ്ഞാനം ദൈവം നമുക്ക് തരുമ്പോൾ അവിടെ ശത്രുവിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെയും അത്, അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെയും അത് ആയുധങ്ങളായിട്ട് മാറുന്നു. നമ്മുടെ വാക്കുകൾ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ, നിന്റെ ബലം നിന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ദൈവം അതിന് നിന്നെ ജയം തരുവാനുള്ള ഒരു വസ്തുവാക്കി, ഒരു ഉപകരണമാക്കി ദൈവം അതിനെ സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ കയ്യിൽ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവിക ജ്ഞാനമാണ് നമുക്ക് ശത്രുവിന്മേൽ ജയം തരുവാൻ പ്രധാന ഘടകമായി നിൽക്കുന്നത്. നമ്മുടെ പ്രയാസഘട്ടങ്ങളിലും പരീക്ഷകളിലും പരിശോധനകളിലും അനേകവിധമായിട്ടുള്ളതായ അനേക വൈഷമ്യ ഘട്ടങ്ങളിൽ നിന്റെ കയ്യിൽ ആയുധങ്ങളില്ല, നിനക്ക് പോരാടുവാൻ പണമില്ല, സമ്പത്തില്ല, സാഹചര്യങ്ങളില്ല, ശത്രുവിന്റെ ബലത്തെ കാണുമ്പോൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നീ കടന്നു വരൂ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കൂ. കർത്താവിനോട് ആലോചന ചോദിക്കൂ. കർത്താവ് നിന്നോട് ചോദിക്കും, നിന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിലുള്ളതായ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, കഴിവുകേടുകൾ, ഇതൊക്കെ ദൈവത്തോട് സമ്മതിക്കുമ്പോൾ, നമ്മുടെ ആസ്തികൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ നാം അല്ലെങ്കിൽ നാം നേരിടുന്നതായ ചില സാഹചര്യങ്ങളെ ജയിക്കുവാൻ, അതിജീവിക്കുവാനുള്ളതായ ഒരു പുതിയ ബലം ദൈവം നമുക്ക് തരും. ആ